നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. KSKTUവിന്റെ നേതൃത്വത്തിൽ കലഞ്ഞൂർ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. താലൂക്കിലെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കായി ദ്വിദിന സഹവാസ ക്യാമ്പ് ആരംഭിച്ചു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയുടെ ചുറ്റുമതിൽ പുനർനിർമ്മിക്കാൻ 1,25 ലക്ഷം രൂപയുടെ ഭരണാനുമതി. വാർത്തകൾ വിശദമായി. KSKTUവിന്റെ നേതൃത്വത്തിൽ കലഞ്ഞൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം S. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കലഞ്ഞൂർ വില്ലേജ് ഓഫീസിന് മുമ്പിൽ നടന്ന മാർച്ചും ധർണയും KSKTU നേതാവ് ഗോപിപിള്ളയുടെ അധ്യക്ഷതയിൽ CPM നേതാവ് S. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരുടെയും കാർഷിക മേഖലയിലെ തൊഴിലാളികളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുക, വിലക്കയറ്റം തടയുക, സമഗ്ര കാർഷിക നയം നടപ്പാക്കുക, പെൻഷൻ 1000 രൂപയാക്കി ഉയർത്തുക, ക്ഷേമ പദ്ധതികൾ കാര്യക്ഷമമാക്കുക, മിച്ച ഭൂമി ഭൂരഹിതർക്ക് വിതരണം ചെയ്യുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് വില്ലേജ് ഓഫീസുകൾക്ക് മുന്നിൽ മാർച്ചും ധർണയും നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കൌമാരപ്രായക്കാരായ പെൺകുട്ടികൾക്ക് പുനലൂരിൽ ബോധവത്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പുനലൂർ അർബൻ ഇന്റർഗ്രേറ്റഡ് പൈൽസ് ഡെവലപ്മെന്റ് സ്കീമിന്റെ നേതൃത്വത്തിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. പുനലൂർ അർബൻ ഇന്റർഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീമിന്റെ നേതൃത്വത്തിൽ കൌമാരപ്രായക്കാരായ പെൺകുട്ടികൾക്ക് വേണ്ടി വെള്ളിയാഴ്ച പുനലൂർ ഗവൺമെന്റ് LPSൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ ഗ്രേസി ജോൺ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുടുംബത്തിൽ വെച്ച് തന്നെ നിങ്ങൾ പീഡനത്തിനിരയാകുന്നുണ്ട്. പലപ്പോഴും അത് വെളിയിൽ പറയുവാൻ ഈ കുഞ്ഞുങ്ങൾ വിസമ്മതിക്കുന്നു. കാരണം ചിലപ്പോൾ സഹോദരന്മാരല്ല ആയിരിക്കും പീഡനം ഏൽക്കേണ്ടി വരുന്നത്, ചിലപ്പോൾ സ്വന്തം പിതാവിനാണ് പീഡനം ഏൽക്കേണ്ട കുട്ടികളുണ്ട്. അത് നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും ഇങ്ങനെ ഒരു സഹിക്കാൻ വയ്യാത്ത പീഡനം ഏൽക്കുമ്പോൾ അത് ആരോട് പറയണം? ആരോട് പറയണ്ടേ? അമ്മമാരോട് പറയണം. എനിക്ക് എന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് പീഡനം ഉണ്ടാകുന്നുണ്ട്, അത് പറയണ്ടായോ? പറയണം. നിങ്ങൾ പറഞ്ഞെങ്കിൽ മാത്രമേ ആരറിയത്തുള്ളൂ? അമ്മ അറിയത്തുള്ളൂ. അത് മൂടി വെച്ചിരുന്നാൽ പലപ്പോഴും നിങ്ങളെ ഉപയോഗിക്കുന്നവർ അത് പറയും, വെളിയിൽ പറയരുത്, പറഞ്ഞ് നിന്നെ കൊന്നുകളയും, അങ്ങനെ ഇങ്ങനെയൊക്കെ ഭീഷണി ഉണ്ടാവും. ആ ഭീഷണിക്ക് വഴങ്ങരുത്. വഴങ്ങണോ? വേണ്ട. നിങ്ങളുടെ ജീവിതമാണ് താറുമാറായി പോകുന്നത്. അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ സ്പർശിക്കുന്നത് ദുഷ്ടചിന്തയോടുകൂടിയാണെങ്കിൽ അത് അന്നേരം മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം? അമ്മമാരോട് പറയണം. അത് പറയാൻ പറ്റില്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരികളോട് പറയണം. പലപ്പോഴും കൂട്ടുകാരികളോട് പറഞ്ഞാൽ അത് അധ്യാപകരോട് പറഞ്ഞ് പെട്ടെന്ന് പ്രശ്നമാക്കും. അതുകൊണ്ട് ആ പ്രശ്നം ഉണ്ടാവുമെന്ന് വിചാരിച്ച് നിങ്ങൾ മിണ്ടാതിരുന്നാൽ ആരൊക്കെ ജീവിതം പോന്നേ? നിങ്ങൾക്ക് തന്നെയായിരിക്കും. നിങ്ങൾ സമൂഹത്തിൽ ഒറ്റപ്പെടും. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സബ്ല പദ്ധതിയുടെ ഭാഗമായാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. അംഗൻവാടികളിൽ രജിസ്റ്റർ ചെയ്ത കൌമാരപ്രായക്കാരായ പെൺകുട്ടികൾക്ക് വേണ്ടിയാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. അലക്സാണ്ടർ ജേക്കബ്, അനിത എസ് പിള്ള, R. സുധർമ്മ എന്നിവർ ക്ലാസുകളെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കേരള ജേർണലിസ്റ്റ് യൂണിയൻ ജില്ലാ പ്രവർത്തക സമ്മേളനം കൊട്ടാരക്കരയിൽ സംഘടിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി U. വിക്രമൻ ഉദ്ഘാടനം ചെയ്തു. ശനിയാഴ്ച രാവിലെ 11 മണിക്ക് കൊട്ടാരക്കര പ്രസ് ക്ലബ് ഹാളിൽ നടന്ന സമ്മേളനം കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി U. വിക്രമൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ ശക്തി മെച്ചപ്പെടുത്തണമെന്നും പ്രാദേശിക ലേഖകരാണ് ഒരു പത്രത്തിന്റെ നട്ടെല്ലെന്നും U. വിക്രമൻ പറഞ്ഞു. തുടർന്ന് നടന്ന അംഗത്വ കാർഡ് വിതരണം U. വിക്രമൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് തുളസീധരൻ അധ്യക്ഷനായ ചടങ്ങിൽ ജില്ലാ ജനറൽ സെക്രട്ടറി K. ശശികുമാർ സ്വാഗതം പറഞ്ഞു. ജില്ലാ ട്രഷറർ തുളിക്കൽ സുനിൽകുമാർ, അംഗങ്ങളായ ജോൺ ജോസ്, സുരേഷ് ബാബു എന്നിവർ സമ്മേളനത്തിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. കൊല്ലം റൂറൽ പോലീസിന്റെ നേതൃത്വത്തിൽ സഞ്ചരിക്കുന്ന ട്രാഫിക് ബോധവത്കരണ പരിപാടിക്ക് തുടക്കം കുറിച്ചു. ശുഭയാത്ര സുരക്ഷിതയാത്ര എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ബോധവത്കരണ റാലി പ്രയാണം ആരംഭിച്ചത്. ശുഭയാത്ര സുരക്ഷിതയാത്ര എന്ന മുദ്രാവാക്യവുമായി കൊല്ലം റൂറൽ പോലീസ് ആരംഭിച്ച ട്രാഫിക് ബോധവൽക്കരണ പരിപാടിക്ക് ജനങ്ങളുടെ ഊഷ്മള വരവേൽപ്പ്. മൊബൈൽ ട്രാഫിക് ഇലക്ട്രോണിക് പാർക്കെന്ന സഞ്ചരിക്കുന്ന ബോധവൽക്കരണ വാഹനമാണ് ജനശ്രദ്ധ നേടുന്നത്. പ്രത്യേകമായി തയ്യാറാക്കിയ 2 ബസ്സുകളിൽ ആധുനിക സംവിധാനങ്ങളോടെയാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ചിത്രപ്രദർശനവും വാഹനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രധാന അപകടങ്ങളുടെ ദൃശ്യങ്ങൾ, അപകട കാരണങ്ങൾ, കണക്കുകൾ, അപകടരഹിതമായി വാഹനം ഓടിക്കേണ്ടതെങ്ങനെ, ട്രാഫിക് നിയമങ്ങൾ എങ്ങനെ പാലിക്കണം തുടങ്ങി സുരക്ഷിത യാത്രയിലേക്ക് വേണ്ട ഘടകങ്ങളെല്ലാം ബസ്സിലുണ്ട്.
ഹെൽമറ്റ് ധരിക്കേണ്ടതിന്റെയും ട്രാഫിക് നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെയും ആവശ്യകത ബോധ്യപ്പെടുത്തുവാൻ പര്യാപ്തമായ രീതിയിലാണ് പ്രദർശനം. വാഹനത്തിൽ നിന്ന് ലഘുലേഖകളും വിതരണം ചെയ്യുന്നുണ്ട്. അപകടങ്ങളും ചിത്രങ്ങളും ട്രാഫിക് സിഗ്നലുകളും പ്രദർശിപ്പിക്കുന്നതാണ് രണ്ടാമത്തെ വാഹനം. ഇത് ആലപ്പുഴ പോലീസിന്റെയും കൊല്ലം സിറ്റി പോലീസിന്റെയും ഉടമസ്ഥയിലുള്ളതാണ്. ഈ മൊബൈൽ പാർക്കുകൾ കഴിഞ്ഞ 18-നാണ് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പത്തനാപുരം താലൂക്കിലെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കായി ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ ഗ്രേസി ജോൺ ഉദ്ഘാടനം ചെയ്തു. സർവശിക്ഷ അഭിയാൻ പുനലൂർ ബ്ലോക്ക് റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. പുനലൂർ BRCയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഏലിയമ്മ ടീച്ചറിന്റെ അധ്യക്ഷതയിൽ പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ ഗ്രേസി ജോൺ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഈ ക്യാമ്പിൽ പങ്കെടുപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങൾ വീട്ടിൽ ഒരു കുഞ്ഞിനെ കൊണ്ടായിരിക്കുന്നല്ലോ. ഒരു കുഞ്ഞിനെ കൊണ്ടിരിക്കുമ്പോൾ തന്നെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വന്ന മാതാവിന് 10-30 കുട്ടികൾ ഒരുമിച്ചിരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കുട്ടികൾ തമ്മിൽ വഴക്ക് കൂടുവോ അതോ അവർ തമ്മിൽ എന്തൊക്കെ കാണിക്കുന്നു എന്ന് നമ്മൾക്ക് പറയാനൊക്കത്തില്ല. ഓരോ അമ്മമാർക്കും അറിയില്ല, കുഞ്ഞുങ്ങൾക്കും അറിയത്തില്ല. കാരണം അവർ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളാണ്. അവർക്ക് പല പോരായ്മകളുണ്ട്. ഇവിടെ എത്തിയിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഓരോ നക്ഷത്രങ്ങളാണ്. നിങ്ങൾ നക്ഷത്രങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ആകാശത്തിൽ മിന്നി മിന്നി നക്ഷത്രങ്ങൾ കാണും. അതുപോലെ നിങ്ങൾ ഭൂമിയിലെ ഓരോ നക്ഷത്രങ്ങളാണ്, ഇല്ലയോ? നിങ്ങളെ ഇപ്പോൾ നിങ്ങൾക്ക് പോരായ്മകൾ ഉണ്ടാവാം. പോരായ്മകളെല്ലാം മറന്ന് ഈ 2 ദിവസത്തെ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങളെല്ലാം കുറെ കാര്യങ്ങൾ ഇവിടെ നിന്ന് പഠിക്കാം. നിങ്ങൾ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കാം. ശോഭിക്കുന്നില്ലയോ? ശോഭിക്കോ? നല്ല കുറെ കാര്യങ്ങൾ നിങ്ങളിവിടെ പഠിപ്പിക്കും. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളിൽ സാമൂഹികവും തൊഴിൽപരവും അക്കാദമിക മികവുമായ കഴിവുകളെ പരിപോഷിപ്പിക്കുകയും തുടർ പ്രവർത്തനങ്ങൾക്ക് രക്ഷിതാക്കളെ സന്നദ്ധരാക്കുകയുമാണ് ക്യാമ്പിന്റെ ലക്ഷ്യം. പ്രത്യേക പരിഗണന അർഹിക്കുന്ന 40 കുട്ടികളും അവരുടെ രക്ഷിതാക്കളും ക്യാമ്പിൽ പങ്കെടുത്തു. കൊല്ലം SSA ജില്ലാ പ്രോജക്ട് ഓഫീസർ S. ഗിരിജകുമാരൻ പിള്ള, പുനലൂർ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മധുകുമാർ, VV ഷാജിമോൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കൊട്ടാരക്കര KSRTC ബസ് സ്റ്റാൻഡും പരിസരവും മാലിന്യ കൂമ്പാരങ്ങളാൽ നിറഞ്ഞു. മാസങ്ങൾ പഴക്കമുള്ള മാലിന്യം നീക്കം ചെയ്യാതെ കെട്ടിക്കിടക്കുകയാണ് ഇവിടെ. കൊട്ടാരക്കര ബ്യൂറോയുടെ റിപ്പോർട്ട്. മാലിന്യത്തിലും ദുർഗന്ധത്തിലും വീർപ്പുമുട്ടുകയാണ് കൊട്ടാരക്കര KSRTC ബസ് സ്റ്റാൻഡ്. KSRTC സ്റ്റാൻഡിന് സമീപം ടൺ കണക്കിന് മാലിന്യം നിക്ഷേപിച്ചിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. സ്റ്റാൻഡിന്റെ പ്രവേശന കവാടത്തിന്റെ സമീപമാണ് മാലിന്യം കുന്നുകൂടി കിടക്കുന്നത്. കെട്ടിക്കിടക്കുന്ന മാലിന്യം തെരുവുനായ്ക്കൾ കടിച്ചെടുത്ത് സ്റ്റാൻഡിലും റോഡിലും കൊണ്ടിടുകയാണ്. ഇത് കാരണം ജനങ്ങളും വ്യാപാരികളും വീർപ്പുമുട്ടുകയാണ്. ജില്ലയിലെ ഏറ്റവും തിരക്കേറിയ ഒരു സ്റ്റാൻഡിന്റെ സമീപത്തെ കാഴ്ചയാണിത്. സമീപത്തുള്ള കടകളിലെയും ഹോട്ടലുകളിലെയും മാലിന്യങ്ങൾ ഉൾപ്പെടെ നിക്ഷേപിക്കാനുള്ള പ്രധാന ഇടമായി ഇവിടെ മാറിയിരിക്കുകയാണ്. ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് മാലിന്യ നിക്ഷേപത്തിന് യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് പ്രതിഷേധാർഹമാണ്. 2 മാസം മുൻപ് ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നത് ശിക്ഷാർഹം എന്നൊരു ബോർഡ് പഞ്ചായത്ത് സ്ഥാപിച്ചിരുന്നു. എന്നാൽ ആ ബോർഡ് ഇന്ന് കാണാനില്ല. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ എക്സ്റേ യൂണിറ്റിന്റെ പ്രവർത്തനം അവതാളത്തിൽ. ദിനം പ്രതി 100 കണക്കിന് രോഗികൾ എത്തുന്ന ഇവിടെ 6 മണിക്കൂർ മാത്രമാണ് പ്രവർത്തനം. താലൂക്ക് ആശുപത്രിയിലെ എക്സ്റേ യൂണിറ്റിന്റെ അവസ്ഥ പഴയപടി തന്നെ. പ്രവർത്തനം ആരംഭിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നിലവിലെ സ്ഥിതിക്ക് മാറ്റമില്ല. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ എക്സ്റേ യൂണിറ്റിന്റെ പ്രവർത്തനം ഇപ്പോഴും ഉച്ചയ്ക്ക് 1 മണിവരെ തന്നെ. വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തുകയും വാഗ്ദാനങ്ങൾ വാരി വിതറുകയും ചെയ്തതല്ലാതെ യാതൊരു മാറ്റവും ആശുപത്രിക്കില്ല. ഒരു ടെക്നീഷ്യനെ കൂടി ഉടൻ നിയമിക്കുമെന്ന് മന്ത്രിമാർ മാറി മാറി പറഞ്ഞതല്ലാതെ ഇതുവരെയും നടപടിയായിട്ടില്ല. ദിവസേന 100 കണക്കിന് രോഗികളാണ് ഇവിടെ വന്നു പോകുന്നത്. പ്രവർത്തനം ഉച്ചയ്ക്ക് 1 മണിവരെയെന്ന് ബോർഡ് തൂക്കിയിട്ടുണ്ടെങ്കിലും 12 മണിവരെ പോലും പ്രവർത്തിക്കാറില്ല. സ്വകാര്യ മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ നീക്കമെന്നും ആക്ഷേപമുണ്ട്. APL BPL വിഭാഗക്കാർക്കുള്ള ഇളവുകൾ പുറത്തെ ലാബുകളിൽ ലഭിക്കാത്തതിനാൽ സ്വകാര്യ ലാബുകൾ സാധാരണക്കാരെ പിഴിയുകയാണ്. എക്സ്റേ യൂണിറ്റ് എത്രയും വേഗം പ്രവർത്തന സജ്ജമാക്കാമായിരുന്നു എന്നായിരുന്നു ബന്ധപ്പെട്ടവരുടെ വാഗ്ദാനം. എന്നാൽ ഇപ്പോൾ 6 മണിക്കൂർ പോലും പ്രവർത്തിക്കാത്ത സ്ഥിതിയാണ്. ഓരോരോ മുടന്തന്യായങ്ങൾ പറഞ്ഞ് ആശുപത്രി അധികൃതർ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ആര്യങ്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഐതിഹ്യ പ്രസിദ്ധമായ തൃക്കല്യാണ മഹോത്സവം നടന്നു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്.
ആര്യങ്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തൃക്കല്യാണ മഹോത്സവത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ബുധനാഴ്ച രാത്രി 8 മണിയോടെയാണ് തൃക്കല്യാണ ചടങ്ങ് ആരംഭിച്ചത്. കേരളത്തിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിൽ ആര്യങ്കാവ് ശാസ്താക്ഷേത്രത്തിൽ മാത്രമാണ് തൃക്കല്യാണ മഹോത്സവം നടക്കുന്നത്. ആര്യങ്കാവ് ധർമ്മശാസ്താവിന്റെയും മാമ്പഴത്തറ ഭഗവതിയായ പുഷ്പകല ദേവിയുടെയും കല്യാണ ചടങ്ങാണ് തൃക്കല്യാണമായി ആഘോഷിക്കുന്നത്. മാമ്പഴത്തറ ഭഗവതിയുടെ ബന്ധുക്കളായി സൌരാഷ്ട്ര രാജകുടുംബത്തിൽപ്പെട്ട തമിഴ് ബ്രാഹ്മണർ എത്തുന്നു. ശാസ്താവിന്റെ ബന്ധുക്കളായി ദേവസ്വം ബോർഡും നാട്ടുകാരും. ദേവനെയും ദേവിയെയും മണ്ഡപത്തിൽ എഴുന്നള്ളിക്കുന്നതോടെ തൃക്കല്യാണ ചടങ്ങ് ആരംഭിക്കുകയായി. ആദ്യം മാമ്പഴത്തറ ദേവി 2 തവണ ദേവന്റെ ചപ്രത്തിനു ചുറ്റും വലം വയ്ക്കും. തുടർന്ന് വരന്റെയും വധുവിന്റെയും ബന്ധുക്കൾ വരണമാല്യം കൈമാറും. തുടർന്ന് ക്ഷേത്രത്തിനോട് ചേർന്നുള്ള മണ്ഡപത്തിലേക്ക് ദേവിയും ദേവനെയും എഴുന്നള്ളിക്കും. ശേഷം താലി ചാർത്തുന്നതിനു തൊട്ടുമുൻപ് ദേവി പ്രായപൂർത്തിയാകുകയും കല്യാണം മുടങ്ങിപ്പോകുന്നതുമാണ് ഐതിഹ്യം. കല്യാണം മുടങ്ങിയെന്നു കാണിച്ച് ചുവന്ന പട്ട് ബന്ധുക്കൾ വീശിക്കാണിക്കും. അടുത്ത വർഷം വീണ്ടും സംബന്ധിക്കാമെന്ന് പറഞ്ഞ് ബന്ധുക്കൾ പിരിയുന്നു. തൃക്കല്യാണ ദിവസം ക്ഷേത്രത്തിൽ നിന്നും മഞ്ഞച്ചരടുകൾ പ്രസാദമായി നൽകുന്നു. ഇത് ധരിച്ചാൽ 1 വർഷത്തിനുള്ളിൽ മംഗല്യഭാഗ്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. പല്ലക്കുകൾ രണ്ടും നേരെ നേരെ നിർത്തുകയാണ്. ന്യൂസ് ബ്യൂറോ, തെന്മല. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയുടെ ചുറ്റുമതിൽ പുനർനിർമ്മിക്കാൻ 1,25 ലക്ഷം രൂപയുടെ ഭരണാനുമതി. മാസങ്ങൾക്ക് മുൻപ് കാലവർഷക്കെടുതിയിലാണ് മതിൽ തകർന്നത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയുടെ ചുറ്റുമതിൽ പുനർനിർമ്മിക്കാൻ 1,25 ലക്ഷം രൂപ. മഴക്കാലത്ത് തകർന്ന താലൂക്ക് ആശുപത്രിയുടെ ചുറ്റുമതിൽ പുനർനിർമ്മിക്കാൻ 1,25 ലക്ഷം രൂപയുടെ പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചു. പൊതുമരാമത്ത് കെട്ടിട വിഭാഗം തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് കാലവർഷക്കെടുതി മൂലമുണ്ടായ നാശങ്ങളുടെ പുനരുദ്ധാരണം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയാണ് തുക അനുവദിച്ചത്. സാങ്കേതിക അനുമതി ലഭ്യമാക്കി ജോലി അടിയന്തരമായി ടെൻഡർ ചെയ്യാൻ കെട്ടിടം വിഭാഗം ചീഫ് എഞ്ചിനീയർക്ക് സ്ഥലം MLA ഐഷ പോറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ടെൻഡർ ഉടൻ വിളിച്ച് പണി യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാനാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ചൂട് വർദ്ധിച്ചതോടെ വഴിയോരങ്ങളിൽ ശീതളപാനീയ കച്ചവടക്കാർ വ്യാപകമാവുന്നു. തണ്ണിമത്തനാണ് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത്. ചൂട് വർദ്ധിച്ചതോടെ വഴിയോര കച്ചവടക്കാർ സജീവമാകുന്നു. വൃശ്ചിക മാസത്തിൽ തണുപ്പ് പഴമക്കാരുടെ പഴങ്കഥകളായി മാറുന്നു. ഇന്ന് വൃശ്ചിക മാസത്തിലെ പകൽച്ചൂടിൽ നിന്ന് രക്ഷ നേടാൻ ജനങ്ങൾ നെട്ടോട്ടമോടുകയാണ്. ഇത് മുന്നിൽ കണ്ടെന്നോണം വഴിയോര പഴക്കച്ചവടക്കാർ നിരത്തുകളിൽ നിറയുകയാണ്. ആവശ്യക്കാരേറെയും തണ്ണിമത്തനാണ്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്നവയെ സ്വീകരിക്കാൻ കേരളീയർ ഒരു മടിയും കാണിക്കാറില്ല. അതുകൊണ്ട് തന്നെ തണ്ണിമത്തന് കിലോ 20 രൂപയും കിരൺ എന്ന തണ്ണിമത്തന് 25 രൂപയുമാണ്. മഴ മാറിയതിനാൽ ഇവരുടെ കച്ചവടവും പുഷ്ടിപ്പെട്ടിട്ടുണ്ട്. തണ്ണിമത്തൻ ജ്യൂസും വ്യാപകമായി കച്ചവടം നടത്തപ്പെടുന്നുണ്ട്. സീസൺ ആകുന്നതോടെ തണ്ണിമത്തന് കിലോയ്ക്ക് 12 രൂപ വരെ കുറയാൻ സാധ്യതയുണ്ടെന്ന് കച്ചവടക്കാർ പറയുന്നു. കിരൺ തണ്ണിമത്തനാണ് ഏറെ രുചികരം. കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നാണ് തണ്ണിമത്തനുകൾ ഉൾപ്പെടെയുള്ള പഴങ്ങൾ എത്തുന്നത്. നാടൻ കരിക്കിന്റെയും സ്ഥിതി മോശമല്ല. ആവശ്യക്കാർ ഏറെയുണ്ടെങ്കിലും ആവശ്യത്തിന് കരിക്ക് ലഭ്യമല്ല. തേനി, കമ്പം എന്നിവിടങ്ങളിൽ നിന്ന് കരിക്ക് എത്തുന്നുണ്ടെങ്കിലും നാടൻ കരിക്കിനാണ് ആവശ്യക്കാരേറെ. നാടൻ കരിക്കിന് 30 മുതൽ 40 രൂപ വരെയാണ് വില. തണ്ണിമത്തങ്ങ സീസൺ തുടങ്ങിയതുകൊണ്ട് വളരെ സുലഭമായിട്ട് ആയതുകൊണ്ട് ഇപ്പോൾ സീസണിന് 20 രൂപ വിലയാണ്. കിരൺമത്തൻ 25 രൂപ വിലയാണ്. ഇനിയിപ്പോൾ സീസണിൽ നമുക്ക് 12 രൂപ 15 രൂപ വിലയ്ക്ക് മത്തങ്ങന് തമിഴ്നാട്ടിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. അവിടെ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ട് മത്തങ്ങ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കർണാടക മത്തങ്ങ ആയതിൻ്റെ പേരിൽ ഇതിപ്പം 20 രൂപയാണ്. വണ്ടി വാടകയെല്ലാം കൂടുതലാണ്. അതിൻ്റെ പേരിൽ ഇപ്പോൾ 20 രൂപയ്ക്കാണ് മത്തങ്ങ വിൽക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു മാസം കഴിഞ്ഞാൽ ഉടനെ 15 രൂപ 12 രൂപ റേറ്റിന് മത്തങ്ങ ഞങ്ങൾക്ക് വളരെയധികം സുലഭമായി കിട്ടാൻ ഉണ്ട്. ഞങ്ങൾ സീസൺ തുടങ്ങുന്നതേ ഉള്ളൂ. പൊതുവേ ഇപ്പം കച്ചവടമുണ്ട്. വലിയ അന്തരീക്ഷം നല്ല രീതിയിലല്ല മഴയും വെയിലുമായിട്ട് മിക്സഡായിട്ട് നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. അതുകൊണ്ട് കൃത്യമായ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നില്ല. എങ്കിലും ഈ ഒരു മാസം ഡിസംബർ കഴിഞ്ഞ് ഇനി മാത്രമേ നമ്മളെ ബിസിനസിനെ കുറിച്ച് കറക്റ്റായിട്ടൊരു റിപ്പോർട്ട് പറയാൻ പറ്റൂ. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. വിവിധ കേസുകളിലായി പിടിച്ചെടുത്ത വാഹനം കൊട്ടാരക്കര പോലീസ് സ്റ്റേഷന് സമീപത്തെ റോഡിൽ ഉപേക്ഷിച്ചിരിക്കുന്നത് വാഹന ഗതാഗതം തടസ്സപ്പെടുത്തുന്നു. വർഷങ്ങളായി പിടിച്ചെടുത്ത വാഹനങ്ങളും ഇവിടെ തുരുമ്പെടുത്ത് നശിക്കുകയാണ്.
വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും തടസ്സം സൃഷ്ടിക്കുകയാണ് കൊട്ടാരക്കര പോലീസ് പിടിച്ചെടുത്ത വാഹനങ്ങൾ. കൊട്ടാരക്കര കച്ചേരിമുക്കിൽ നിന്ന് ദേശീയപാതയിലേക്ക് ഇറങ്ങുന്ന റോഡിനിരുവശത്തുമായാണ് പോലീസ് പിടിച്ചെടുത്ത വാഹനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത്. മറ്റ് നിരവധി വാഹനങ്ങളും സ്കൂൾ കുട്ടികളും ഇതുവഴിയാണ് സഞ്ചരിക്കുന്നത്. ഇവിടം കാടുപിടിച്ച് ഇഴജന്തുക്കളുടെ ശല്യവും രൂക്ഷമാണ്. കാടും വാഹനങ്ങളും കഴിച്ച് ബാക്കിയുള്ള സ്ഥലത്തുകൂടി യാത്ര ചെയ്യണമെങ്കിൽ സർക്കസ് പഠിച്ചിരിക്കണം. മണ്ണുമാന്തിയും ടിപ്പർ ലോറികളും ഓട്ടോയും കാറുകളും ചെറുവാഹനങ്ങളും ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. പിടിച്ചെടുത്ത വാഹനങ്ങൾ ലേലം ചെയ്തു മാറ്റാത്തത് മൂലമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. KSKTUവിന്റെ നേതൃത്വത്തിൽ കലഞ്ഞൂർ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. താലൂക്കിലെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കായി ദ്വിദിന സഹവാസ ക്യാമ്പ് ആരംഭിച്ചു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയുടെ ചുറ്റുമതിൽ പുനർനിർമ്മിക്കാൻ 1,25 ലക്ഷം രൂപയുടെ ഭരണാനുമതി. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.